പുതിയ KSRTC മന്ത്രിയിലും വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് KST എംപ്ലോയീസ് സംഘ് BMS. മോഹന വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന മന്ത്രിയായി ഗണേഷ് കുമാർ മാറിയെന്നും വിമർശനം. KSRTC റൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ BMS നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ജനം ടിവിക്ക് നൽകിയ പ്രതികരണത്തിലാണ് വിമർശനം. KSRTCയിലെ റൂട്ട് സ്വകാര്യവൽക്കരണം അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് BMS. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമരം ശക്തമാക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ സമരം, മാർച്ചായി വന്ന് സമരം നടക്കുകയാണ്. ഇപ്പോഴും KSRTCയെ ഈ പൊതു സമൂഹത്തിൽ നിന്ന് പൊതുഗതാഗതം ഗവൺമെൻറ്റിൻ്റെ നയമെന്ന ആ നയത്തിൽ നിന്ന് മാറിക്കൊണ്ട് പൊതുജനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ 140 കിലോമീറ്ററിന് മുകളിലുള്ള സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയ ഈ കോടതി വിധി. ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ആ വിധി പ്രസ്താവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ആരോപിക്കുന്ന ആക്ഷേപം. അത് ഈ നാട് ഭരിക്കുന്ന സർക്കാരും KSRTC മാനേജ്മെൻറ്റും കൂടെ ചേർന്ന് ഒരു ഒത്തുകളിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇവിടുത്തെ ഭരണകക്ഷി യൂണിയനുമുണ്ട്. അപ്പോൾ ഭരണകക്ഷി യൂണിയനും അതുപോലെ തന്നെ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളിയാണിത്. ഇത് KSRTCയുടെ 22,000 തൊഴിലാളികളുടെ പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല. കാരണം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥാപനമാണ്. കാരണം പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ പോലെ കുടിവെള്ളവും പോലെ പൊതുജനങ്ങൾക്ക് പൊതുഗതാഗതം അത് സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം അന്യം നിന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് എംപ്ലോയീസ് സംഘ് സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. കൂടാതെ മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ മറ്റാവശ്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഈ നാടിന് സുപരിചിതമാണ്. കാരണം ഇന്ന് ഈ 5.25 ലക്ഷം സർക്കാർ ജീവനക്കാരുള്ളതിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ ശമ്പളം പതിവായി മുടങ്ങുന്നു എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. 2016 ഒന്നാം പിണറായി മുതൽ ഇപ്പോൾ രണ്ടാം പിണറായിയിലേക്ക് കടക്കുന്ന ആ സാഹചര്യത്തിലും ശമ്പളം കൃത്യമായി മുടങ്ങുന്നു എന്നുള്ളതാണ്. കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതല്ല, കൃത്യമായി മുടങ്ങുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ശമ്പളം മാത്രമല്ല, 2022 KSRTCയിൽ പെൻഷൻ പറ്റി, അതിന് ശേഷം പെൻഷൻ പറ്റി അവർക്ക് ആനുകൂല്യം നൽകിയിട്ടില്ല, PF അടയ്ക്കുന്നില്ല, NBS അടയ്ക്കുന്നില്ല. അങ്ങനെ തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങൾ KSRTCയിലുണ്ട്. അത് ഒന്നൊന്നായി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് എംപ്ലോയീസ് സംഘിൻ്റെ ഉദ്ദേശം. അത് പരിഹരിച്ച് തീരുന്നത് വരെ, ഏറ്റവും അവസാനത്തെ തൊഴിലാളിക്കും അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് തന്നെയാണ്, വച്ചകാൽ മുന്നോട്ട് തന്നെയാണെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. നേരത്തെ എല്ലാ ഡിപ്പോകളിലും ഒരു സത്യാഗ്രഹ സമരമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്, അല്ലേ? അതെ, ഞങ്ങൾ കഴിഞ്ഞ 14-ാം തീയതി ഈ സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ഉപവാസ സമരം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ നിയമപരമായി നേരിടുന്നുമുണ്ട്. പക്ഷേ ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ നിയമപരമായി പോയി ഇത് കേസിന് അനുകൂലമായ ഒരു വിധി വന്നാലും KSRTCയിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് KSRTC 3500 ബസ്സാണുള്ളത്. 6000 ബസ്സുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ പകുതി ബസ്സായി. അതിൽ നിന്ന് ഇനിയും ഒരു 1198 ബസ് ഈ വർഷം സ്ക്രാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 2000-2200 ബസ്സിൻ്റെ അകത്തായി മാറി. ബസ്സില്ലാതെ ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് മൂലധനമായ ബസ് വാങ്ങിയ ഈ കോടതി വിധിയോടൊപ്പം ബസ്സും കൂടെ വാങ്ങണം. അങ്ങനെ ബസ്സും കൂടെ വാങ്ങണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ മന്ത്രി കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ 5-ാം തീയതിക്കുള്ളിൽ, 1-ാം തീയതിക്കെങ്കിലും തരും, അല്ലെങ്കിൽ 5-ാം തീയതിക്കുള്ളിലെങ്കിലും നടപ്പിലാക്കുമെന്ന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ പുതിയ മന്ത്രി വന്നപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വലിയ ആഠ്യത്വമുള്ള കുടുംബത്തിൽ പിറന്ന ആളാണ്. അപ്പോൾ അത്രയും ഒരു ആഠ്യത്വമുള്ള കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവർ മോശക്കാരെന്ന രീതിയിലല്ല. ഇപ്പോൾ ചില ആളുകളുടെ അഭിപ്രായം പറയുമ്പോൾ ആളിൻ്റെ അന്തസ്സും കൂടെ നോക്കിയാണ് നമ്മളത് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം തരും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5-ാം തീയതി തരാമെന്ന് പറയുമ്പോൾ ഒരു പടി കൂടെ കടന്ന് 1-ാം തീയതി തരാമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഒന്നുമില്ല, 5ഉം ഇല്ല. ഇപ്പോൾ ആടിനെ കുഴ കാണിക്കും പോലെയാണ്. തിരുവനന്തപുരത്ത് ഭാഷയിൽ പറഞ്ഞാൽ ഈ ആടിനെ കുഴ കാണിച്ച് കൊണ്ടുപോകും പോലെ ഈ KSRTC ജീവനക്കാരെ കൊണ്ടുപോവുകയാണ്. ഈ ശബരിമല സീസണിൽ ഇന്നലത്തെ വരുമാനം 150 കോടി രൂപയാണ്. ശരാശരി 220 കോടി രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിൽ 74 കോടി രൂപയ്ക്കാണ് ശമ്പളം ഒരു മാസം കൊടുക്കാനുള്ളത്. ആദ്യം ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നതിന് ഇങ്ങനെ വാചക കസർത്തടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായും. കാരണം ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇത് രാഷ്ട്രീയ സമരമല്ല. ഇത് വിശപ്പിൻ്റെ സമരമാണ്. ഇത് നിലനിൽപ്പിൻ്റെ സമരമാണ്. ഞങ്ങളെങ്ങനെ പട്ടിണിക്കിട്ട് പരുവപ്പെടുത്തുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് വിശപ്പിൻ്റെ സമരമാണ്. ഇത്
യാതൊരു വിശപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത്. അതുതന്നെയാണ്, വിശപ്പിന്റെ രാഷ്ട്രീയമാണ്, വിശപ്പിന്റെ സമരമാണ്, അതിജീവനത്തിന്റെ സമരമാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും സമരമുണ്ടാകുമെന്ന് തന്നെയാണ് BMS അറിയിക്കുന്നത്. അനീഷ് കാട്ടക്കടപ്പം, പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.